കുത്തിക്കറി പുളിങ്കറി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു കറിയാണ് ഇടാൻ പോണത്. അപ്പം അതിന് വേണ്ടി ഒരു വാഴയ്ക്ക, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക, ഈ രണ്ട് കഷ്ണം വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പം ഞാൻ അതിനെ മുറിച്ചിട്ട് കാണിക്കാം. ഈ വാഴയ്ക്ക ഞാൻ മുഴുവനും എടുക്കില്ല കേട്ടോ, നല്ല വലുപ്പമാണ്, കാണുന്ന മാതിരിയല്ല കേട്ടോ. ഫ്രണ്ട്സ്, ഇന്ന് ഒരു പുതിയ പുളിങ്കറി ആയിട്ടാണ് വന്നിരിക്കുകയാണ് കേട്ടോ. വെൽക്കം ടു സുധാസ് വേൾഡ്. ഇന്ന് ഒരു വ്യത്യസ്തമായ പുളിങ്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. ഇതിങ്ങനെ ഞാൻ വാഴയ്ക്ക തൊലി കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരു വാഴയ്ക്ക ഞാൻ കാണിച്ചു, ആ വാഴയ്ക്കയുടെ പകുതി കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇതാ കട്ട് ചെയ്യുക. ഇതിപ്പോൾ ഈ വാഴയ്ക്കൊക്കെ ഇതങ്ങനെ നീളത്തിൽ കുറച്ച് വീതി വരും, എന്നാലും കുഴപ്പമില്ല. അതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. തെങ്ങിക്കോളൂ. ഞാൻ ഒരുപാട് പരന്ന് വന്ന അതിനൊക്കെ ഒന്നിങ്ങനെ വെർട്ടിക്കൽ ആക്കുകയാണ് കേട്ടോ. ഇനി ഇതിനെ ഞാൻ കുറച്ച് മോരാണിത് കണ്ടോ. ഈ മോരിൽ ഈ വാഴയ്ക്ക് ഇടാൻ പോണ്. എന്തിനാ വെച്ചാൽ അതിൻ്റെ കറ പോവാൻ. ഇതാണ് നന്നായിരിക്കുക. പുളിവെള്ളത്തിലും ഇടാം, പക്ഷേ ഞാൻ മോരിലിടുമ്പോൾ അതിൻ്റെ കളറ് പോവില്ല വാഴയ്ക്കടെ കണ്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ മോരിൽ കിടക്കട്ടെ. ആ നേരം കൊണ്ട് ഇടാൻ പോണത് വെണ്ടയ്ക്ക. ഈ പുളിങ്കറിക്ക് നിങ്ങൾക്ക് എന്ത് കഷ്ണം വേണമെങ്കിലും ഉപയോഗിക്കാം. എന്ത് കഷ്ണം എന്ന് പറഞ്ഞാൽ ചേമ്പ് കിഴങ്ങ്, പിന്നെ ഉണ്ണിത്തണ്ട്, മത്തൻ, ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഇതിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ വെണ്ടയ്ക്കയും വാഴയ്ക്കയും വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒരു ദിവസം തന്നെ ഇത് മാത്രം വെച്ച് നോക്കി. അപ്പോൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇതാണ്. പെട്ടെന്ന് ഐഡിയ വന്നു എന്താ കൂട്ടാൻ വയ്ക്കുക. അപ്പോൾ ഇതിനെ വേഗം എടുത്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു എളുപ്പമാണ് ഈ പുളിങ്കറി വയ്ക്കാൻ. ഇപ്പോൾ ഈ വെണ്ടയ്ക്കയും ഞാനിങ്ങനെ ഈ വെണ്ടയ്ക്ക ഒന്ന് വതക്കിയാൽ നന്നായിരിക്കും. ചിലവർ അത് വതക്കാണ്ട് ചെയ്യുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒന്ന് എണ്ണയിലൊന്നും ഷോർട്ട് ചെയ്യും ഞാൻ. എന്നിട്ട് ഇനി വേണ്ടത് ഇതിൻ്റെ കൂടെ ഇടാൻ ഒരു 4-5 പച്ചമുളക്. ഇതാണ് ഇതിൻ്റെ എരിവ്. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് നമുക്ക് എരിവ് എത്ര വേണം. പിന്നെ കുറച്ച് നാരങ്ങ വെളുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിരുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഈ വെണ്ടയ്ക്ക ഒന്ന് വേഗം വതക്കട്ടെ. ഇപ്പോൾ ഈ വെണ്ടയ്ക്ക ഒന്ന് നന്നായി വതക്കി ഞാൻ ഈ മോരിന്നൊക്കെ ഈ വാഴയ്ക്ക എടുത്തു. എന്നിട്ട് ഒന്ന് കഴുകി എന്നിട്ട് താത്തിൻ്റെ കൂടി ഇടുകയാണ്. ഇനി എന്താ ഇടാൻ പോണേ? പുളി. നാരങ്ങ വലുപ്പത്തിൽ ഞാൻ പുളി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെതാ പിഴിഞ്ഞെടുത്തിട്ട് അതിനെ ഒഴിക്കുകയാണ്. ആ പുളിയാണ് ഇതിൽ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന കാര്യം. അപ്പോൾ ഇനി അതൊന്ന് വേവട്ടെ. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് എന്താ അറിയോ? ലേശം മഞ്ഞൾ ആഡ് ചെയ്യുക. കൂടെ തന്നെ ഈ 3 പച്ചമുളക്. ഇനി ലേശം ഉപ്പ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ പച്ചമുളകാണ് ഇതിൻ്റെ എരിവ് കൊടുക്കണം. ഇനി ഇതിൽ വേറെ എരിവ് ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതിൽ കിടന്ന് വേവട്ടെ. ഇപ്പോൾ ഇതിനെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്ന്. ഞാൻ ചെറിയൊരു ചീനിച്ചട്ടി വെച്ചിട്ട് ഇനി എന്താ വറുക്കാൻ പോകണമെന്ന് കാണിച്ചോളൂ. ഞാനതിൽ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിക്കണത് കേട്ടോ. നല്ലെണ്ണ ഒഴിച്ചാലാണ് ഒരു മണം. ഞാൻ ചെയ്യാൻ പോണത് പുഴുങ്ങലരി. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് നല്ലോണം എണ്ണ ചൂടായ ശേഷം ഇട്ടിട്ട് ഞാനിതിനെ ഒന്ന് വറുക്കാൻ പോകുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഇടാൻ പോണത് ഉലുവ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ അരി ഇടാൻ പോകുന്നുണ്ട്. ഇതാ ഒരു 1/2 ടീസ്പൂൺ ഉലുവ. കശപ്പൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നോക്കുക. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് വറുക്കുക. ഈ ഉലുവയും അരിയും കൂടി ഒന്ന് നന്നായി വറുക്കുക. ഇപ്പം ഞാൻ ഈ ഉലുവയും അരിയും ഒന്ന് ചൂടാക്കിയല്ല വറുത്തെടുത്തു. അതിൻ്റെ കൂടെ ആ ചൂട്ടിൽ തന്നെ കുറച്ച് കായംപൊടി ചേർക്കുകയാണ്. ഇനി ഇതിനെ ഞാനൊന്ന് പൊടിച്ചിട്ട് വരാം, അത് വേവുന്ന നേരം കൊണ്ട്. ഇപ്പോൾ എൻ്റെ കഷ്ണമൊക്കെ നന്നായി വെന്തു. ഈ കറി എനിക്ക് പറയാനുള്ളത്, കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് കഴിക്കേണ്ടവർക്ക് പുളിങ്കറിയായിട്ട് കഴിക്കാം. ഇത് കട്ടയായിട്ട് പുളിങ്കറി എന്ന് പറയുന്നത് ശരിക്കും കറിയാണ്, പക്ഷേ ഇതിനെ കട്ടയാക്കിയിട്ട് നമുക്ക് കഴിക്കാം. ഞാനിപ്പോൾ ഈ പൊടിച്ചിട്ട് വന്ന ഉലുവയും അരിപ്പൊടിയും കായവും ഇതിലേക്ക് ചേർക്കുകയാണ്.
ഇതാണ്, ഇത് അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒന്നും ഇതിൽ ചേർക്കണില്ല. അരി, ഉലുവ. ഇനി ഈ പൊടി ചേർത്തിട്ട് ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ കണ്ടോ, ഈ പുളിങ്കറി എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ്. ഇതൊക്കെ നന്നായി വന്നു, നല്ല കുറുകി വന്നു. ഇതിനെ ഇനി കട്ടയാക്കിയിട്ട് നിങ്ങൾക്ക് നല്ലതൊരു പുഴുക്കിൻ്റെ രൂപത്തിലേക്ക് ആക്കാം. പക്ഷെ ഞാനങ്ങനെ ചെയ്യില്ല. എനിക്ക് ഇത്തിരി ഗ്രേവി വേണം. ഗ്രേവി വേണ്ട എന്നുള്ളവർക്ക് അതങ്ങനെ നല്ലൊരു കൊഴുക്കനെയാക്കാം. ഞാൻ ഇതിനെ ഓഫ് ചെയ്തിട്ട് ഇനി വറുത്തിടാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അധികമൊന്നും എണ്ണ ഒഴിച്ചിട്ടില്ല. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ടു. കുറച്ച് ഉലുവ, 2 മണി മതി. ഉലുവ നമ്മൾ പൊടിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒരു മണത്തിന് വേണ്ടി ഇടുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിനിപ്പോൾ വറുത്തിടുന്ന സമയത്ത് ഈ കായത്തിൻ്റെ മണം നല്ല ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അതിലേക്ക് കായപ്പൊടിയും ചേർക്കാം. ഇനി ഇത് വറുത്തിട്ട് കഴിഞ്ഞാൽ ഈ കറിയുടെ ഒന്ന് കടുക് പൊട്ടട്ടെ. ഇവിടേക്ക് കാണിക്കും. ഇപ്പം ഞാൻ ഇതിലേക്ക് വറുത്തിട്ടു. ആ സമയത്ത് ഞാൻ കുറച്ചും കൂടി കായം ചേർക്കണം. ഞാൻ ആ ചീനച്ചട്ടിയിൽ തന്നെ ഇടാമെന്ന് വെച്ചതായിരുന്നു, മറന്നുപോയി. പക്ഷെ എന്തായാലും ഇതിൻ്റെ കൂടെ ഞാൻ ലേശം കൂടെ ചേർക്കണം. എന്നിട്ട് ഈ കറി ഒന്ന് ഇളക്കുക. ഇത് കണ്ടോ, ഇതൊരു കൊഴുകൊഴുന്നുള്ള കറിയാവും നമ്മൾ വെച്ചാൽ. എന്താണ്, അരിപ്പൊടിയല്ലേ ചേർത്തിരിക്കണേ, അതുകൊണ്ട് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി അതിന് നീട്ടിയിട്ട് വെള്ളമാക്കാം. ഞാൻ പക്ഷേ ഇങ്ങനെ ആക്കുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഈ സിമ്പിൾ ടേസ്റ്റി കറി, എന്ത് പച്ചക്കറി വേണമെങ്കിൽ ആഡ് ചെയ്യുക. നമ്മൾ പടവലങ്ങ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യില്ല. അതിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ ആഡ് ചെയ്യുക. വാഴയ്ക്ക അത് നല്ല വാഴയ്ക്ക ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ചേരും. ചേമ്പ്, കിഴങ്ങ്, മത്തൻ, കുമ്പളങ്ങ ആവണമെങ്കിലൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് കാണും വരെ ഞാൻ പറയുന്ന മാതിരി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, അറിയുന്നവരോട് ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ കമൻറ്റ് ഇടുക. ഓക്കെ, thank you for watching. It's bye from Sudha Menon. We'll watch you in the next video with a wonderful recipe.